ടേക്ക് എന്ന വാക്കിൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുമെന്ന് കരുതുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇത്. ഇതിൽ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീണ്ടും കുറേയധികം ഫ്രേസസും എക്സാമ്പിൾസും യൂസേജസുമാണ് അവതരിപ്പിക്കുന്നത്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ആദ്യത്തെ യൂസേജ് കൊണ്ടുപോകുക. ലാസ്റ്റ് മന്ത് ഐ ടുക്ക് മൈ പേരൻസ് ടു ഹോളി പ്ലേസസ് ഇൻ തമിഴ്നാടു. അതായത് കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ പേരൻസിനെ തമിഴ്നാട്ടിലെ പുണ്യസ്ഥലങ്ങൾ കാണിക്കുവാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു. ഇവിടെ നമ്മൾ ടേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ടുക്ക്, കാരണം കൊണ്ടുപോയിരുന്നു പാസ്റ്റ് ടെൻസ് ആണ്. ഐ വിൽ ടേക്ക് ഹിം ഹോം. ഞാൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അടുത്തത് ഭക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ വിരുന്നിന് പോകുന്നു, അപ്പോൾ അവർ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് വിളമ്പുവാണ്. അപ്പോഴാണ് ഒരാൾ ചോദിക്കുന്നത്, നിങ്ങൾ മീൻ കഴിക്കുമോ? കഴിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മറുപടി എന്തായിരിക്കണം വെച്ചാൽ, ഐ ഡോണ്ട് ടേക്ക് ഫിഷ്. ഐ ഡോണ്ട് ഈറ്റ് ഫിഷ് എന്നാണ് നമ്മൾ സാധാരണ പറയുക. അതിന് പകരമായി ഉപയോഗിക്കാവുന്നതാണ് ഐ ഡോണ്ട് ടേക്ക് ഫിഷ്. ഇപ്പോൾ ഞാൻ മദ്യം കഴിക്കാറില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡോണ്ട് ടേക്ക് ആൽക്കഹോൾ. പിടിക്കുക. ഹി ടുക്ക് മൈ ആം ലെഡ് മീ ഇൻസൈഡ്. അതായത് അവൻ എൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അതായത് ലീഡ് മീ എന്നതിൻ്റെ പാസ് ആണ് ലെഡ്. ഹി ടുക്ക് ഹോൾഡ് ഓഫ് ദ റോപ്പ് ആൻഡ് പുൾഡ്. അവൻ കയറ് പിടിച്ചു വലിച്ചു. അടുത്തത് യാത്രയെ സംബന്ധിച്ചിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഇഫ് യു ടേക്ക് ദ റോഡ് ഓൺ ദ ലെഫ്റ്റ് യു വിൽ റീച്ച് ദ ബസ് സ്റ്റാൻഡ്. അതായത് ഇടത്തോട്ടുള്ള റോഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ എത്താം. അപ്പോൾ ടേക്ക് ദ റോഡ് എന്ന് പറഞ്ഞാൽ ആ റോഡ് എടുത്താൽ. ഇറ്റ് വാസ് റെയിനിങ് സോ ഐ ടുക്ക് ദ ബസ്. അതായത് മഴ പെയ്യുന്നതിനാൽ ഞാൻ ബസ് എടുത്തു. സാധാരണ ചിലപ്പോൾ നടന്നു പോകുന്ന ആളാണ് ഓഫീസിലേക്കോ മറ്റോ, പക്ഷേ സിൻസ് ഇറ്റ് വാസ് റെയിനിങ് ഐ ടുക്ക് ദ ബസ്. അടുത്ത പ്രയോഗം ഒരു കാര്യം ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. ഹി ടോൾഡ് അസ് ഹി വിൽ ഡു whatever it takes to solve the problem. അതായത് ഒരു പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അത് അവൻ ചെയ്യും എന്ന് പറഞ്ഞു. ഹി വിൽ ഡു whatever it takes. അപ്പോൾ whatever it takes എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമോ എന്നർത്ഥമാണ്. അടുത്തത് ആവശ്യമുള്ളത് അഥവാ വേണ്ടത്. വാട്ട് സൈസ് ഷൂസ് ഡു യു ടേക്ക്? ഒരാളുടെ ഷൂവിൻ്റെ സൈസ് അല്ലെങ്കിൽ അളവ് എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു എക്സ്പ്രഷനാണിത്. വാട്ട് സൈസ് ഷൂസ് ഡു യു ടേക്ക്? വാട്ട് ഈസ് യുവർ ഷൂ സൈസ്? ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യത്തിനെ എന്തിനാ ഇങ്ങനെ വേറെ രീതിയിൽ പറയുന്നത് എന്ന്. നമ്മൾ ഈ പുതിയ എക്സ്പ്രഷൻസ് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ മലയാളികളുടെ ഇടയിൽ നമ്മൾ തമ്മിൽ പറയുമ്പോൾ എങ്ങനെ വേണമെങ്കിലും പറയാം, അർത്ഥം മനസ്സിലായാൽ മതി. പക്ഷേ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിലോ നമ്മളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ കസ്റ്റമേഴ്സ്, ക്ലയൻസ് ഇവരെല്ലാം ഫോറിനേഴ്സ് ആണെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ട് അവർക്ക് തോന്നുക. ഓക്കെ. അടുത്തത് സമയമെടുക്കുക. It took us about 2 hours to reach the spot. സ്പോട്ടിലെത്താൻ ഞങ്ങൾക്ക് 2 മണിക്കൂർ വേണ്ടി വന്നു. അല്ലെങ്കിൽ ഞങ്ങൾ 2 മണിക്കൂർ എടുത്തു സ്പോട്ടിലെത്താൻ. I'm just going to the shop nearby. Won't take long. ഞാൻ ഈ അടുത്ത കട വരെ പോകുകയാണ്. It won't take long. അധിക സമയം എടുക്കത്തില്ല. I won't take long എന്ന് പറഞ്ഞാൽ ഞാൻ അധിക സമയം എടുക്കില്ല. won't എന്ന് പറഞ്ഞാൽ will not, അതിൻ്റെ കോൺട്രാക്ഷനാണ്, അതായത് ചുരുക്കിയിട്ടുള്ള ഒരു പദമാണ് I won't. സോ I won't take long. അടുത്തത് കൂടുതൽ സമയമെടുക്കുക അല്ലെങ്കിൽ കൂടുതൽ കാലം വേണ്ടി വരിക. In the evening traffic it takes forever to get home. അതായത് വൈകുന്നേരം ഓഫീസിൽ നിന്ന് എത്താൻ വേണ്ടി ട്രാഫിക് കാരണം വളരെയധികം സമയമെടുക്കും. അതായത് ഇറ്റ് ടേക്സ് forever, ഒരു അന്തവുമില്ലാത്ത തരത്തിൽ അത്ര സമയം അത് എടുക്കും. ഓൺ മൺഡേ മോർണിംഗ്സ് ഇറ്റ് ടേക്സ് ഏജസ് ടു ഗെറ്റ് ടു ദി ഓഫീസ്. അതായത് തിങ്കളാഴ്ച കാലത്ത് ഓഫീസിലെത്താൻ യുഗങ്ങൾ എടുക്കും എന്നാണ് പറഞ്ഞത്. അതായത് ഇറ്റ് ടേക്സ് ഏജസ്. ട്രാഫിക് കൊണ്ടായിരിക്കണം ഇത്രയും സമയം എടുക്കുന്നത്. കുറേ സമയം എടുക്കുന്നതിനെ അതിശയോക്തി കലർത്തി പറയുന്നതാണ് ഇറ്റ് ടേക്സ് ഏജസ്. അടുത്തത് മനസ്സിലാക്കിയെടുക്കുക അഥവാ ഗ്രഹിക്കുക. It took me a while to understand what she's trying to say. It took me a while എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു.
to understand what she was trying to say. അവൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. It took me a while. അടുത്തത് I was only joking, but she took it the wrong way. I was only joking. ഞാനൊരു തമാശ പറഞ്ഞതാണ്. But she took it the wrong way. പക്ഷേ അവൾ അത് തെറ്റായ രീതിയിൽ ഗ്രഹിച്ചു അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ അവൾ അത് തെറ്റായ രീതിയിൽ മനസ്സിലാക്കി. She took it the wrong way. അടുത്തത് അവസരം അല്ലെങ്കിൽ ഊഴം. We took turns driving the car from Chennai. അതായത് ചെന്നൈയിൽ നിന്ന് മടങ്ങുമ്പോൾ ഞങ്ങൾ കാറ് മാറി മാറിയാണ് ഡ്രൈവ് ചെയ്തത്. We took turns driving the car. Next, it's my turn. Give me the ball. അടുത്തത് എൻ്റെ ഊഴമാണ്, ബോൾ എനിക്ക് തരൂ. My turn, എൻ്റെ ഊഴം അല്ലെങ്കിൽ your turn, നിന്റെ ചാൻസ് അല്ലെങ്കിൽ നിന്റെ ഊഴം. ഇനി ചതിക്കപ്പെടുക. I believed her, but she took me for a ride. ഞാൻ അവളെ വിശ്വസിച്ചു, പക്ഷേ അവൾ എന്നെ പറ്റിച്ചു അല്ലെങ്കിൽ ചതിച്ചു, കബളിപ്പിച്ചു. You paid 500 for that thing. നീ അതിന് 500 രൂപ കൊടുത്തോ? I think you got taken. അതായത് നിന്നെ അവർ പറ്റിച്ചു, നിന്നെ അവർ ചീറ്റ് ചെയ്തു. You got taken. അടുത്തത് എഴുതി എടുക്കുക. Don't forget to take notes during the speech. അതായത് പ്രസംഗത്തിനിടയിൽ നോട്ട്സ് എഴുതിയെടുക്കാൻ മറക്കണ്ട. I took down every word he said during the meeting. അവൻ മീറ്റിംഗിൽ സംസാരിച്ചതെല്ലാം ഒരു വാക്ക് പോലും വിടാതെ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. I took down every word he said. അവൻ പറഞ്ഞ ഓരോ വാക്കും ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടേക്ക് എന്ന വാക്ക് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമെന്ന് മനസ്സിലായിരിക്കുന്നു വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.